സത്യത്തിൽ വീണ ജോർജ് പെൺകുട്ടികളുടെ മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ മൈലപ്ര മൗണ്ട് ബദനി സ്കൂളിലെ വിദ്യാർത്ഥി വീണ കുര്യാക്കോസിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിലേക്ക് എത്തിയപ്പോഴും ആ അഭിനയ മികവിന് ഒട്ടും മോശം സംഭവിച്ചിട്ടില്ല, ആ അഭിനയ മികവിന് ഒട്ടും കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന അടിവരയിടുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാനായി സാധിച്ചത്. നമസ്കാരം. വയറ്റില് കത്രിക പോയതിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? ഇപ്പോ ഒരുപാട് കത്രികയുടെ കാര്യം പറയുന്നുണ്ട്, ഒന്ന് രണ്ടെണ്ണം പറയാനുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ വെച്ച കത്രികകൾ, ഈ 10 വർഷത്തിനുള്ളിൽ കുറെ കത്രികകൾ, പിന്നെ എടുത്തതിന്റെ കഥകൾ, കോഴിക്കോട്ടത്തെ മറ്റൊരു സർജറി കഥ, പിന്നെ സർജറി എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത കഥ. ഇപ്പോൾ ഒരു കോമഡി ആയിട്ട് വരുന്നുണ്ട്, സർജിക്കൽ എക്യുപ്മെന്റ്സ് കാണാതെ പോയത് ഓരോ സർജറി കഴിയുമ്പോഴും ഓരോ രോഗിയുടെ ശരീരത്തിൽ വെച്ച് തുന്നിക്കെട്ടി കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മിസ്സായത് എന്ന് പോലും ഈ കാലത്ത് ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കഴിവുകേടായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ആരോഗ്യ മന്ത്രിയും അതുപോലെ ആരോഗ്യ മേഖലയും. എന്നിട്ട് ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കത്രിക കഥ പുറത്തു വന്നതും അത് കത്രികയല്ല വേറെ പലതുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ അത് പുറത്തെടുത്തപ്പോ സാധാരണ കത്രികയേക്കാളും വലിയ വലിപ്പമുള്ള സാധനമാണ്. എന്തോ ആയിക്കോട്ടെ, ഏതായാലും അതിൽ നിന്നൊക്കെ ആരോഗ്യമന്ത്രിക്ക് രക്ഷപ്പെടണമല്ലോ. അതിനാണ് ഒരു പുതിയ നാടകം. എനിക്ക് തോന്നുന്നു നമ്മുടെ ആരോഗ്യമന്ത്രി പണ്ട് മോണോക്ടോ മറ്റോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോഴല്ല, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത്. അന്നത്തെ ആ നടനം മറന്നിട്ടില്ല എന്നാണ് KSU നേതാവ് പറയുന്നത്. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നടന്ന സംഭവം. ഞാനൊരു ദൃശ്യം കാണിക്കാം, അതിനുശേഷം സംസാരിക്കാം. നല്ല കത്രിക വെക്കാത്ത വീഡിയോ ആണ് പുറത്തു വിടുന്ന, ഇല്ലെങ്കിൽ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചും അസഭ്യം പറഞ്ഞു ചാടി അടുക്കുന്നത് ആരാണ് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. സത്യത്തിൽ ഈ ആരോഗ്യ കേരളത്തെ അവതാളത്തിലാക്കിയ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് ഇന്നത്തെ അഭിനയ മികവിന് മികച്ച നടിക്കുള്ള പുരസ്കാരമോ പ്രത്യേക ജൂറി പരാമർശമോ നൽകണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 4-5 KSU പ്രവർത്തകര് കരിങ്കൊടിയുമായിട്ട് ചെല്ലുന്നു. 10-40ഓളം വരുന്ന പോലീസുകാർ അവര് തടഞ്ഞു വെക്കുന്നു. ഇതിനിടയിൽ KSU പ്രവർത്തകർക്ക് നേരെ മന്ത്രി ആക്രോശിച്ചുകൊണ്ട് ചാടി വീഴുന്നു. അതിനുശേഷം മന്ത്രിയെ എന്നെ തല്ലിയേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അടുത്ത പരാക്രമങ്ങൾ പുറത്തു വരുന്നു. ഇപ്പൊ പറയുന്നത് മന്ത്രിയുടെ കഴുത്തുളുക്കി കൈ കേടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ആരോഗ്യമന്ത്രിയുടെ ഈ അഭിനയ മന്ത്രിയുടെ ഈ അഭിനയ മികവിന് എവിടെയാണ് കോട്ടം സംഭവിച്ചത് എന്ന് ഞാൻ വ്യക്തമാക്കാം. ഇവിടെ വീണ ജോർജിന് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അത് KSU പ്രവർത്തകരിൽ നിന്നാണോ? ഇതല്ല ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇവിടെ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ, അവരെ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 24 മണിക്കൂറും CCTVയുടെ നിരീക്ഷണത്തിലാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങളുണ്ട്, എടുക്കാൻ പറ്റും. ഇനി അങ്ങനെ മന്ത്രിയെ KSU പ്രവർത്തകർ ആരെങ്കിലും കൈ വച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടകം ആ ചിത്രങ്ങൾ വൈറലാവൂലേ? ഇല്ലേ? വരൂലേ? അങ്ങനെ ഒരു ചിത്രമോ ഒരു വീഡിയോയോ എവിടെ തന്നെ ഇല്ല, എവിടെയും ഇല്ല. അതിനർത്ഥം ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി ഇപ്പോഴത്തെ ഈ അവസ്ഥയൊന്ന് മറികടക്കണം. ഇനി ഇതുപോലുള്ള നാടകങ്ങൾ കണ്ടമാനുണ്ടോ? ഒരുപാടുണ്ടോ? ഏതായാലും അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ഈ കണ്ണൂർ വെച്ചിട്ടല്ല ഈ അപകടം നടന്നത്. ഈ അപകടങ്ങളിൽ ഉണ്ടായത് കൈ ആരോ തല്ലി ഒടിച്ചതും അല്ലെങ്കിൽ കൈക്ക് പരിക്ക് പറ്റിയതും കഴുത്തു വിളിക്കിയതും എന്നൊക്കെ എവിടെയോ മറിഞ്ഞു വീണതാണ്, എന്തോ സംഭവിച്ചതാണ് എന്നതിന്റെ തെളിവ് അതും അദ്ദേഹം എടുത്ത് പുറത്തിടുന്നുണ്ട്. ഒന്ന് കാണാം. ഇനി മറ്റൊരു ചിത്രം കൂടി കാണിക്കാം. ഇതിൽ ഞാനൊരു ഭാഗം നോട്ട് ചെയ്തിട്ടുണ്ട്, മനുഷ്യ കണ്ടിട്ടുണ്ടാകും. ഇത് ആരോഗ്യമന്ത്രി ഇന്ന് മട്ടന്നൂരിൽ പങ്കെടുത്ത ചടങ്ങുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരിൽ ഏകദേശം പ്രതിഷേധം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ ദൃശ്യങ്ങൾ, ഫോട്ടോസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമാണ്. ആരോഗ്യമന്ത്രിയുടെ കൈക്ക് 3 മണിക്കൂർ മുമ്പും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തന്റെ കൈക്കും പെടലിക്കും ഒക്കെ പരിക്കേറ്റു എന്ന് പറയുമ്പോൾ വീണ ജോർജ് വളരെ സ്നേഹത്തോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വീണ ജോർജിന്റെ പഴയ സഹപ്രവർത്തകൻ നികേഷ് കുമാർ
AKG സെന്ററിൽ ഇന്ന് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച നാടകം പാളിയിരിക്കുന്നു, പൊളിഞ്ഞിരിക്കുന്നു. ഇതാ പറയുന്നത്. എന്തും ആരുടെങ്കിലും മണ്ടയിൽ എടുത്തു വെക്കുമ്പോൾ തെളിവുകൾ എന്ന് പറയുന്നത് ഒടേ തമ്പുരാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുന്നതാണ്. ഇവിടെ വീണ ജോർജ് അയ്യോ എന്നെ തല്ലിയേ എന്ന് നിലവിളിക്കുമ്പോൾ വീണ ജോർജ് ആക്രോശിക്കുന്നതും അതിനു മുമ്പ് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് തന്നെ മറ്റ് ചടങ്ങുകൾ പങ്കെടുത്ത് ആ ചടങ്ങിൽ പോലും കൈ വീങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ എപ്പോഴോ സംഭവിച്ചിട്ടുള്ള എന്തോ സംഭവത്തെ ഇവിടെ ഈ KSU പ്രവർത്തകരെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ KSU പ്രവർത്തകരനെ മർദ്ദിച്ച് എന്നുള്ള സഹതാപ തരംഗം ഉണ്ടാക്കുക. അതിലൂടെ നിലവിലുള്ള ഈ ആരോഗ്യരംഗത്തെ അപചലനങ്ങളെ മുഴുവൻ, നിലവിലുള്ള വാർത്തകളൊന്ന് മാറ്റി നിർത്തുക. എന്നിട്ട് മന്ത്രിയെ തല്ലിയ കഥ ഉണ്ടാക്കി കൊണ്ടുവരിക. പിന്നെ കുറെ നിയമ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഈ KSU പ്രവർത്തകരുടെ മേലെ മിക്കവാറും കൊലക്കുറ്റത്തിന് കേസെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. തെളിവില്ല എന്നുള്ളത് വേറെ, അത് എന്തോ ആയിക്കോട്ടെ. ഏതായാലും ആ കേസ് വഴക്കോൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മന്ത്രിയെ KSU പ്രവർത്തകരാരും കയ്യേറ്റം ചെയ്തിട്ടില്ല. ഇത്രയും മണിക്കൂറുകളായിട്ടും യാതൊരു ദൃശ്യവും പുറത്തു വന്നിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ ഉദാഹരണം. ഇനി കണ്ണൂരത്തെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കിക്കൊണ്ട് അവിടെ CCTV വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ലൈവായിട്ട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. ഈ അക്രമങ്ങൾ നടക്കുന്ന സമയത്ത് വീഡിയോകൾ എടുക്കുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നേനെ. ശരിക്കും അക്രമം KSU പ്രവർത്തകർക്ക് നേരെ മന്ത്രിയാണ് എടുത്തത്. മന്ത്രിക്ക് മേലെ അങ്ങോട്ട് വരാൻ അവിടുത്തെ പോലീസുകാർ സമ്മതിച്ചിട്ടില്ല. പിന്നെ സമരം നടന്നപ്പോ അവിടെ ഉപരോധം പോലെ നടന്നിട്ടുണ്ട്. പോകാൻ സമ്മതിക്കാതെ തടസ്സങ്ങളൊക്കെ വെക്കാറുണ്ട്. ആ തടസ്സങ്ങൾ പോലീസുകാർ മാറ്റി കൊടുക്കലാണ് സാധാരണ പതിവ്. അത് SFIക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാലോ. അതിലിപ്പോ KSUക്കാരും മോശമൊന്നുമല്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. മാന്യമായി മര്യാദയ്ക്ക് ഉള്ള പ്രതിഷേധം ചെയ്യാനായിട്ട് ആർക്കും അറിയില്ല. ഇനി അത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയാൽ ഒരു സർക്കാരും ആരും കാണുകയുമില്ല. അങ്ങനെ കാണുമായിരുന്നു എന്നുണ്ടെങ്കിൽ CPO ഉദ്യോഗാർത്ഥികള് ആണും പെണ്ണുമായിട്ട് 2 തവണ സെക്രട്ടറി നടക്കി കിടന്ന് കാണിച്ച് നമുക്കറിയാലോ. അന്നൊന്നും നോക്കിയില്ല. ഇപ്പൊ 1ാം റാങ്കുകാർക്ക് പോലെ നിയമനമില്ല, പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനെതിരെ അവർ പ്രതിഷേധിച്ചതൊക്കെ വളരെ സമാധാനപൂർവ്വമായിരുന്നു. അതൊക്കെ കണ്ടേനെ. അതുകൊണ്ട് എല്ലാം കണക്ക് തന്നെ. ഒരു കാര്യമില്ലാത്തൊരു മണ്ടയിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് അഖിലേന്ത്യാ പണിമുടക്ക് അല്ലെ, ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞു, അന്തർദേശീയ പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണിമുടക്ക് വെച്ചത്. അപ്പോൾ അതൊക്കെ ഓക്കെ, എല്ലാവരും കണക്ക് തന്നെയാണ്. പക്ഷെ കണ്ണൂരിൽ മന്ത്രി കളിക്കുന്നത് പക്കാ നാടകമാണ്, ഡ്രാമയാണ്. ബാല്യകാലത്ത് നടത്തിയിട്ടുള്ള ഡ്രാമയുടെ ഒരു തനിപ്പകർപ്പാണ് എന്നാണ് മറ്റ് ദൃശ്യങ്ങൾ പുറത്തു വരാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മന്ത്രിയുടെ മേൽ കൈ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വേണ്ടാത്ത പരിപാടിയാണ്, ചെയ്യാൻ പാടില്ല. ജനപ്രതിയാണ്, നമ്മുടെ മന്ത്രിയാണ്. മന്ത്രിമാരോ ജനപ്രതികളോ എന്ത് തോന്നിയ കാണിച്ചാൽ ജനം കൈവെക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല. എല്ലാം നിയമപരമായിട്ട് നടത്തിയാൽ മതി. നിയമപരമായിട്ട് കേസോ വഴക്കോ കാര്യങ്ങളോ നോക്കുക എന്ന് തന്നെയാണ് ഒരു നല്ല മാർഗം. അതുകൊണ്ട് കൈ വെക്കണമെന്നോ കൈ വെച്ചത് നല്ലതെന്നോ എന്നുള്ള പറയുന്നത് എനിക്കില്ല. പക്ഷെ ഇവിടെ കൈ വെച്ചു എന്ന് പറയുന്നത് കളവാണ്. Different angles. Don't forget to subscribe and support this channel.